Good morning to all. Today we are going to deal with the type of appraisal and the limitations of appraisal. First നമുക്ക് ടൈപ്പ് നോക്കാം. ഫോർമൽ അപ്രൈസൽ. നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും പഠിച്ചിരുന്നു പണ്ട്. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷന്? അതായത് നമുക്കൊരു ഫ്ലോ ഉണ്ടാകും. അതായത് ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേറ്റ് മിഡ് ലെവൽ, ലോവർ, ആ ഒരു ഫ്ലോയിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. അതിനാണ് നമ്മൾ ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫോർമൽ അപ്രൈസിലും ഇൻഫോർമൽ അപ്രൈസിലും എന്തായിരിക്കും നമുക്ക് നോക്കാം. ദിസ് അപ്രൈസൽ ഈസ് അഡോപ്റ്റഡ് ബൈ മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ദ അപ്രൈസൽ ഈസ് ഡൺ ബൈ സ്റ്റെപ്പ് പ്രോസസ്. സോ ദർ ഈസ് എ ഫോർമൽ പ്രൊസീജിയർ ഫോർ അപ്രൈസൽ ഓഫ് എംപ്ലോയീസ്. നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച പോലെ തന്നെ ഫോർമൽ അപ്രൈസലും ഒരു സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഫോർമൽ പ്രൊസീജിയറിലൂടെ മാത്രമേ അപ്രൈസ് ചെയ്യാൻ പറ്റൂ. ഫോർമൽ അപ്രൈസിൽ എ പ്രൊഫഷണൽ അപ്രോച്ച് ഈസ് ഫോളോഡ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടി ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു എംപ്ലോയീസൊക്കെ വേണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. നിങ്ങൾ ആ ഫോർമലി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച പോലെ തന്നെ ഫോർമൽ എന്ന് പറഞ്ഞാൽ ഫോർമൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോർമൽ അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ഈ സ്മോൾ യൂണിറ്റ്സ് ഹാവിങ് ഓൺലി ഫ്യൂ പേഴ്സൺസ് ഉള്ള സ്മോൾ ഓർഗനൈസേഷനിലാണ്. ഫോർമലോ ലാർജ് ഓർഗനൈസേഷനിലും ഇൻഫോർമൽ സ്മോൾ ഓർഗനൈസേഷൻ. ദ അപ്രൈസൽ ഈസ് ഡൺ വിത്തൗട്ട് ഇൻവോൾവിങ് എനി ഫോർമൽ പ്രൊസീജിയർ. ഒരു ഫോർമൽ പ്രൊസീജിയർ ഇല്ല. ഇപ്പം നമ്മുടെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നടത്തിയമായി തന്നെ അങ്ങനത്തെ ഒരു അപ്രൈസലാണ് ഈ ഇൻഫോർമൽ അപ്രൈസൽ. അതുമായിട്ട് തന്നെയാണ് ഇൻഫോർമൽ അപ്രൈസലും. The management and ownership of business is vested in the hands of same people. It is casual and hazardous appraisal. ഇൻഫോർമൽ അപ്രൈസലും ഫോർമലും ഇത്രയേ ഉള്ളൂ. ഫോർമൽ അപ്രൈസൽ ഫോർമൽ പ്രൊസീജിയർ ഉണ്ടാവും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിരിക്കും. ഇൻഫോർമലിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് കണ്ടക്ട് ചെയ്യുന്നത് സ്മോൾ യൂണിറ്റ്സിലാണ്. ഇത്രയുള്ള അതിൻ്റെ വ്യത്യാസം. ദെൻ അപ്രൈസൽ ബൈ സബോർഡിനേറ്റീവ്സ്. അപ്രൈസൽ ബൈ സബോർഡിനേറ്റീവ്സിൽ പറയുന്നത് സബോർഡിനേറ്റീവ്സ് സുപ്പീരിയേഴ്സിനെ അപ്രൈസ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. Here employees evaluate superiors. In most cases, subordinates are not competent to evaluate superiors because they are young or inexperienced. അതായത് സബോർഡിനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ളവരായിരിക്കും. അവർക്ക് സുപ്പീരിയേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല മിക്കപ്പോഴും. അങ്ങനെ സബോർഡിനേറ്റീവ്സ് സുപ്പീരിയേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അപ്രൈസൽ ബൈ സബോർഡിനേറ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേണ്ടത് ഇൻഡിവിജ്വൽ അപ്രൈസൽ. ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ബാക്കി എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുക. വൺ പേഴ്സൺ കണ്ടക്ട് അപ്രൈസൽ ഓഫ് ഹിസ് എൻറ്റയർ സബോർഡിനേറ്റീവ്സ്. എൻറ്റയർ സബോർഡിനേറ്റീവ്സിൻ്റെ ഇവാലുവേഷൻ വൺ പേഴ്സൺ നടത്തുന്നതാണ് നമ്മൾ ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് അപ്രൈസൽ. ഇൻഡിവിജ്വൽ അപ്രൈസൽ എങ്ങനെയായിരുന്നു? ഒരു ഇൻഡിവിജ്വലാണ് ബാക്കി എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് അപ്രൈസൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ബാക്കിയുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഹിയർ ദ ട്രെയിനിങ് ഈസ് ഡൺ ബൈ ദി ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ്. ദേ സിറ്റ് ടുഗദർ ആൻഡ് ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദി എംപ്ലോയീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വേർഡിൽ നിന്ന് തന്നെ അറിയാം, തുടക്കത്തിലുള്ള ഇവാലുവേഷൻ. അതായത് ട്രെയിനിങ് പീരീഡിൽ അവർക്ക് ആ ജോലിയിൽ എന്തോരം വർത്ത് ഉണ്ടെന്ന് അറിയാനായിട്ടാണ് ഈ ഇനീഷ്യൽ അപ്രൈസൽ നടത്തുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അപ്രൈസൽ ഈസ് ഡൺ ഡ്യൂറിങ് ദ ട്രെയിനിങ് പീരീഡ് ടു അസസ് ദ വർത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ ഓൺ ദ ജോബ് ടു ബി അസൈൻഡ് ആൻഡ് ഹിസ് ഫ്യൂച്ചർ പൊട്ടൻഷ്യാലിറ്റീസ്. ഇതറിയാനാണ് നമ്മൾ ഇനീഷ്യൽ അപ്രൈസൽ നടത്തുന്നത്. നെക്സ്റ്റ് പ്രൊമോഷണൽ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ. ഇത് നമ്മൾക്ക് നമ്മുടെ എംപ്ലോയീസിന് പ്രൊമോഷന് വേണ്ടി വരാണെങ്കിൽ, പ്രൊമോഷൻ കൊടുക്കണ്ടെങ്കിൽ അതിനു വേണ്ടി നടത്തുന്ന ട്രെയിനിങ് ആണ് പ്രൊമോഷൻ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ. ദിസ് ഈസ് ഡൺ ടു സെലക്ട് ദ കാൻഡിഡേറ്റ്സ് ഫോർ പ്രൊമോഷൻ ട്രെയിനിങ്. ദ പേഴ്സൺ ആർ സെലക്ടഡ് ഫോർ ദി ട്രെയിനിങ് ആഫ്റ്റർ ഹാവിങ് ബീൻ അപ്രൈസ്ഡ്. അപ്രൈസ് ചെയ്ത അയാൾക്ക് ആ വർത്ത് ഉണ്ടെങ്കിൽ എന്ന കേസിൽ മാത്രമേ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് പ്രൊമോഷൻ അപ്രൈസൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസിൻ്റെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വരുന്നത് ഇൻകൺസിസ്റ്റൻ്റ് റേറ്റിംഗ്. അതായത് ഒരു എംപ്ലോയീസിന് തന്നെ പല സൂപ്പർവൈസേഴ്സും പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. ഓരോരുത്തരുടെയും നമ്മളെ തിങ്കിങ് ഇതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ പലരും ഒരു എംപ്ലോയിനെ പല രീതിയിലും ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സൂപ്പർവൈസേഴ്സ് മേ അപ്രൈസ് എ പർട്ടിക്കുലർ എംപ്ലോയി. ഒരാളെ
പല സൂപ്പർവൈസേഴ്സും പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് റേറ്റിംഗ് മെ നോട്ട് ബി കൺസിസ്റ്റൻറ്റ്. ഒരാൾ ചെയ്ത റേറ്റിംഗ് ആയിരിക്കില്ല ബാക്കിയുള്ളത്. കാരണം അതെല്ലാവരുടെയും തിങ്കിങ് വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന റേറ്റിങ്ങിലും വ്യത്യാസം വരും. അതാണ് ഇൻകൺസിസ്റ്റൻറ്റ് റേറ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹലോ ഇഫക്റ്റ്. അതായത് ഹലോ ഇഫക്റ്റിൽ വരുന്നത് ചില എംപ്ലോയി ഭയങ്കര ഹൈ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും, ഹൈ റേറ്റിംഗ് കൊടുക്കും. ചില എംപ്ലോയർ ലോ റേറ്റിംഗ് കൊടുക്കും. അതാണ് ഈ ഹലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എംപ്ലോയി മേ ബി റേറ്റഡ് ഹൈ ഓർ ലോ ഓൺ ദ ബേസിസ് ഓഫ് ജനറൽ ഇംപ്രഷൻ. വൺ ട്രേറ്റ് ഓഫ് എൻ എംപ്ലോയി ഇൻഫ്ലുവൻസ് ദ റേറ്റേഴ്സ് അപ്രൈസൽ ഓഫ് ഓൾ അതർ ട്രേറ്റ്സ്. ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ഇംപ്രഷൻ, അതിൻ്റെ ബേസിൽ പിന്നെ അവരെ ഫുള്ളായിട്ട് ആ ഒരു ബേസിൽ തന്നെ അവർ ഇവാലുവേറ്റ് ചെയ്യുക. ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര മടിയനാണെന്ന് തോന്നും. അപ്പം പിന്നെ അയാളുടെ എല്ലാ ഇവാലുവേഷൻ ചെയ്യുമ്പോഴും ആ ഒരു കൺസെപ്റ്റിൽ തന്നെ അയാൾ ഇവാലുവേറ്റ് ചെയ്യുക. അതിനാണ് ഈ ഹലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ്, പേഴ്സണൽ ബയാസ് ഓഫ് അപ്രൈസൽ. അതായത് ഇപ്പം ചില എംപ്ലോയീസ് ഇപ്പോൾ ഒരു കാസ്റ്റിൻ്റെ ബേസിൽ ഇപ്പോൾ സെയിം കാസ്റ്റിൽ നിന്ന് വന്നവരെ ഒരേ രീതിയിൽ അപ്രൈസ് ചെയ്യുക, ഒരേ ഹാബിറ്റ് ഉള്ളവരെ. അതാണ് പേഴ്സണൽ ബയാസ് ഓഫ് അപ്രൈസൽ. ദ റേറ്റേഴ്സ് റേറ്റിംഗ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് പേഴ്സണൽ ബയാസ്. സംടൈംസ് ദ റേറ്റർ മേ ഇവാലുവേറ്റ് എൻ എംപ്ലോയി ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് റിലീജിയൽ ബിലീഫ്, ഹാബിറ്റ് എക്സെട്ര. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ദ റേറ്റിംഗ്സ് ഡൺ ബൈ ദി റേറ്റർ. അതും ഈ റേറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ലീനിയൻസി ഓർ സ്ട്രിക്ട്നെസ്. ലീനിയൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ നിങ്ങൾക്ക്, എന്താ പറയുക, അധികം സ്ട്രിക്റ്റ് അല്ലാത്തത്. അതും നമ്മുടെ റേറ്റിങ്ങിനെ ബാധിക്കും. സംടൈംസ് റേറ്റേഴ്സ് ആർ ലീനിയൻറ്റ് വൈൽ അതേഴ്സ് ആർ സ്ട്രിക്റ്റ്. ചിലവർ നല്ല ലിബറലായിരിക്കും, ചിലവർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇൻ ഫസ്റ്റ് കേസ് ദ എംപ്ലോയി ഈസ് ഓവർ റേറ്റഡ്. അതായത് ലീനിയൻറ്റ് എന്ന് പറഞ്ഞാൽ അധികം സ്ട്രിക്റ്റ് അല്ലാത്ത കേസിലാണെങ്കിൽ നല്ല ലിബറലായിട്ട് മാർക്കിടും. ആൻഡ് സെക്കൻഡ് ഇൻസിഡൻറ്റ് ഹീസ് അണ്ടർ റേറ്റഡ്. സെക്കൻഡ് കേസിൽ പറയുകയാണെങ്കിൽ അവർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അധികം മാർക്കൊന്നും കൊടുക്കില്ല. അതാണ് ലീനിയൻസി ഓർ സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ റേറ്റിങ്ങിനെ അപ്രൈസലിനെ ബാധിക്കും. കാരണം ഒരാൾ എന്താണോ ആ റേറ്റിംഗാണ് കൊടുക്കേണ്ടത്. ലീനിയൻസി ആണെങ്കിൽ അയാളിൽ ആവശ്യമായിട്ട് മാർക്കിടും, മറ്റേത് സ്ട്രിക്റ്റ് ആയിട്ട് മാർക്കിടും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എന്താണോ ആ റേറ്റിംഗാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വന്നാലും അത് പെർഫോമൻസ് അപ്രൈസലിനെ അത് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് ആവറേജ് റേറ്റിംഗ്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയീസിന് ഹൈ റേറ്റ് കൊടുത്താലും ലോ റേറ്റ് കൊടുത്താലും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. പക്ഷെ ഒരു ആവറേജ് റേറ്റ് കൊടുത്താൽ ആരും ചോദിക്കില്ല. അതുകൊണ്ട് എംപ്ലോയർ അപ്രൈസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, ആവറേജ് റേറ്റിംഗ് കൊടുക്കും. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയാളുടെ ശരിക്കുള്ള റേറ്റിംഗ് കൊടുക്കണ്ടേ, പക്ഷെ അത് കൊടുക്കാണ്ട് ആവറേജ് റേറ്റിംഗ്, അവർ രക്ഷപ്പെടാനായിട്ട് ആവറേജ് റേറ്റിംഗ് കൊടുക്കും. അതും പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. വെൻ ദ ഹൈ ഓർ ലോ റേറ്റ്സ് ആർ ഗീവൻ ദ അപ്രൈസർ ഈസ് റിക്വയർഡ് ടു ഗീവ് സഫിഷ്യൻറ്റ് റീസൺ കൊടുക്കേണ്ടി വരും, കൂടുതലിട്ടാലും കുറവിട്ടാലും മാർക്ക്. ടു അവോയ്ഡ് ദിസ് ഇവാലുവേറ്റ് ഗീവ് ആവറേജ് റേറ്റിംഗ്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അവരെന്ത് കൊടുക്കും, ആവറേജ് റേറ്റിംഗ് കൊടുക്കുള്ളൂ. നെക്സ്റ്റ്, നോ ഡെഫിനിറ്റ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഇപ്പോൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് ക്ലിയറും ഡെഫിനിറ്റും അല്ലെങ്കിൽ അതും നമ്മുടെ അപ്രൈസലിനെ ബാധിക്കും. പിന്നെ ലാക്ക് ഓഫ് റിലയബിലിറ്റി. ലാക്ക് ഓഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എംപ്ലോയീസിന് ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് മെഷറിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലാക്ക് ഓഫ് ട്രെയിനിങ്. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്ന അയാൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് എംപ്ലോയീസിനെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്രൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ലാക്ക് ഓഫ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് മെഷറിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലാക്ക് ഓഫ് ട്രെയിനിങ് ഇൻ അപ്രൈസൽ ടെക്നിക് മേ റെഡ്യൂസ് റിലയബിലിറ്റി. അതും റിലയബിലിറ്റിനെ ബാധിക്കും. നെക്സ്റ്റ്, ഇൻകോമ്പിറ്റൻസ്. അതായത് ഇൻകോമ്പിറ്റൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ അപ്രൈസൽ ചെയ്യുന്ന ആൾക്ക് അറിവില്ലായ്മ, ഡ്യൂ ടു ലാക്ക് ഓഫ് നോളേജ്. അത് അയാൾക്ക് മര്യാദയ്ക്ക് അറിയാണ്ട് അയാൾ ബാക്കിയുള്ളൊരു റേറ്റ് ചെയ്ത് ഏത് രീതിയിലാണ് റേറ്റ് ചെയ്യണമെന്നൊന്നും അറിയില്ലെങ്കിൽ ആ ചെയ്യുന്ന അപ്രൈസിൽ ഇൻകറക്റ്റ് ആയിരിക്കും. ഡ്യൂ ടു ലാക്ക് ഓഫ് നോളേജ് ആൻഡ് സ്കിൽ ദ റേറ്റേഴ്സ് മേ ഫെയിൽ ടു ഇവാലുവേറ്റ് പെർഫോമൻസ് ആക്യുറേറ്റ്ലി. നെക്സ്റ്റ്, ട്രേഡ് യൂണിയൻ റെസിസ്റ്റൻസ്. അതായത് ട്രേഡ് യൂണിയൻകാർ അവരും ഈ പെർഫോമൻസ് അപ്രൈസലിനെ റെസിസ്റ്റ് ചെയ്യും, വേണ്ടാന്ന് വെച്ച്. അതും ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ വേറൊരു ഡിമെറിറ്റാണ്. ട്രേഡ് യൂണിയൻ വിൽ റെസിസ്റ്റ് പെർഫോമൻസ് അപ്രൈസ്. ദേ ആർഗ്യൂ ദാറ്റ് ഇറ്റ് ഇൻവോൾവ്സ് ഡിസ്ക്രിമിനേഷൻ എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ വരും, അതുകൊണ്ട് പെർഫോമൻസ് അപ്രൈസൽ വേണ്ടാന്ന് അവർ പറയും. അതും ഈ പെർഫോമൻസ് അപ്രൈസിൻ്റെ വേറൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടൈപ്പ് ഓഫ് അപ്രൈസലും
ലിമിറ്റേഷൻ ഓഫ് അപ്രൈസലും കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.